തെങ്ങ് കയറുന്ന അവനവിടെ കടയിൽ കാണുമെന്ന് കരുതിയാ ഞാൻ ഇറങ്ങിയത്. എന്ത് ചെയ്യാൻ? അന്ന് രാവിലെ അവൻ കടയിൽ വന്നിട്ടേ എവിടെയും പോവുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ കാത്തിരുന്നത്. ഒരാഴ്ച അവൻ വരാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇതുവരെ കണ്ടില്ല. ഇപ്പൊ ഈ കുലത്തൊഴിലൊക്കെ അല്ലെങ്കിലും അന്യം നിന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും അതിനൊന്നും തയ്യാറല്ല. അവൻ വരണതാണ്, പിന്നെന്താ ഇന്ന് കണ്ടില്ല. കാലത്തിന്റെ ഓരോ മാറ്റമേ. 2 മാസം കൂടുമ്പോഴാണ് ഓരോ ഭീകര ദുരന്തങ്ങൾ വരുന്നു. അതെങ്ങനെയാ? ഏത് ഇന്നാള് പറഞ്ഞൊരു നിപ്പ എന്നും പറഞ്ഞെണ്ണം വന്നു, അതിന് ഓക്കി. ഇപ്പൊ അതേ കൊറോണ എന്നും പറഞ്ഞു സാർ. ഇനി പത്രം തുറന്നു കഴിഞ്ഞാലോ പേടിയാകുക വാർത്തകൾ വായിക്കാൻ. ആക്സിഡന്റ്, ദിവസം ആക്സിഡന്റ് അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പത്രം വായിക്കാത്തത്. അല്ലാതെ നിനക്ക് കണ്ണ് കാണാൻ മേലഞ്ഞിട്ടല്ല. അണ്ണ തുമ്മാരിയണ്ണ അണ്ണ അവന്റെ ചായക്ക് ബുദ്ധി മധുരണ്ണ. എടാ ഈ വയസ്സുകാലം ആകുമ്പോ ഇച്ചിരി മധുരമൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. മോനെ, എടാ നിന്റെ ജ്യേഷ്ഠനും മറ്റേ അവന്റെ ജോസഫിന്റെ പഠിത്തം എവിടെ വരെയായി? ഫൈനൽ ഇയർ. പരീക്ഷ ഇപ്പൊ എടുക്കാറായില്ലേ? നിന്റെ അപ്പനോട് പരീക്ഷ എടുക്കുമ്പോ അങ്ങോട്ടൊന്ന് വരാൻ പറ കേട്ടോ. ശരി. അണ്ണോ, ഇങ്ങക്ക് വേറെ ജോലിയൊന്നുമില്ല. എന്താണ് ഇവനൊക്കെ പഠിച്ച് ഇവിടെ വക്കീലാവാനാണ് പോണത്. ആ പൈസ എന്തിനാ വെറുതെ ഇല്ലാതായ കളയാ? പിള്ളേര് പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? അണ്ണോ, ഇവിടെ ഇഷ്ടം പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റേ ഡോക്ടർമാരെ കോളേജുണ്ട്. ഇതിൽ ഏവനെങ്കിലും ഒരുത്ത ജോലി കിട്ടിയായിട്ട് അണ്ണൻ അറിവുണ്ട. എടാ നേരം വെളുത്ത് ആരെയും കുറ്റം പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനം ആകത്തില്ലല്ലേ? അണ്ണ ഒരു ചായ കുടിച്ച ഒരു 2 പേരെങ്കിലും കുറ്റം പറയണം. അതാണ് ഞാൻ പഠിച്ചത്. ഒരു ചായക്ക് 2 പേരുടെ കുറ്റം കണക്കായിരിക്കും. അണ്ണാ, എനിക്കൊരു സംശയം. ഞാൻ റോഡിൽ കൂടെ നടന്നു പോയപ്പം കേബിളിൽ ഒരു വാൾ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നു. അണ്ണനെ പോലെ ഒരു സിനിമ. പിന്നെ എന്തൊരു കോച്ചിയും അയ്യപ്പനും കോച്ച് ചെയ്യുക. സിനിമയുടെ പോസ്റ്റർ. അത് തന്നെ. നല്ല സിനിമ പറയുന്നത് ഞാൻ കണ്ടില്ല, ഞാൻ ബാൾ പോസ്റ്റ് കണ്ട്. അത് നോക്കിയപ്പോ അണ്ണനെ പോലെ ഒരുത്തൻ അത് നിൽക്കുന്നു. പക്ഷെ മീച്ച ഇല്ല. അണ്ണൻ തന്നെയല്ലേ പോയത്. ഒരൊറ്റ കീറിയാൻ വെച്ചെന്നാണ് മീച്ച ഇല്ലാത്തപ്പോ അണ്ണ മീറ്റല്ലെങ്കിൽ അണ്ണൻ തന്നെയാണ്, യാതൊരു സംശയം. നിനക്ക് പോയത് കാണാൻ പറ്റായിരുന്നു സിനിമ? അത് ഞാൻ സിനിമയ്ക്ക് അങ്ങനെ ഇന്നും പോവാറൊന്നുമില്ല. പിള്ളേര് പറയുന്നത് കേട്ടു നല്ല പടം തന്നെ. അപ്പൊ അണ്ണ കാലമായി സിനിമ കണ്ടിട്ട്. അപ്പം പോകുമ്പോ എന്നെയും കൂടെ വിളിക്കുന്നതാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അയ്യപ്പനും കോച്ചിയും ഒന്ന് കണ്ടാ കൊള്ളാണ്. എന്നിട്ട് തിയേറ്ററിൽ കയറി ഇരുന്ന് അലമ്പുണ്ടാക്കാനായിട്ടോ? എന്തിന്? അണ്ണനെ പോലെ ഒരാളെ കാണാനല്ല അണ്ണ ഇല്ലെങ്കിലും കൈ അടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തോ. പക്ഷെ പോവരുത് ഞാൻ പറയാം. അതൊന്നും കിടന്ന് ഒരു പട്ടിയിട്ട് ഓടിച്ച് കല്ലെടുത്ത് എറിഞ്ഞൂടായിരുന്നേ. ചുമ്മാ ഇടുന്ന പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞിട്ടാ എന്നോട്ട് ഓടിക്കുന്നത്. പഴയ സ്വഭാവം മാറിയിട്ടില്ല. അച്ഛനോട് പോയിരുന്നു. ഞാൻ നേരത്തെ വന്നപ്പോ കണ്ടില്ല. ഞാൻ ആ ചായക്കട വരെ പോയാ ചായ കുടിക്കാതെ. ശാരദേ, കുളിക്കാൻ വെള്ളം ചൂടാക്കിയോ? അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നു, പോയി കുളി. അച്ഛാ, അച്ഛൻ ഈ ചായക്കടയിൽ പോയി വാട്ട ചായ കുടിക്കണം വല്ല കാര്യമുണ്ടോ? എടാ ചായക്കടയിൽ പോയി ആ തെങ്ങ് കയറുന്നവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച അവൻ ആ കടയിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയാന്ന് കരുതി പോയത്. അന്നേരം ഒരു ചായ കുടിച്ചേ ഉള്ളൂ. എന്താ അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുത്തോ രാവിലെ? എടാ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ചായ ഇടുന്നതാ. അച്ഛനത് പറ്റത്തില്ല. അച്ഛന് കവലയിൽ പോയാലേ പറ്റത്തുള്ളൂ. അവിടെ പോയി വാട്ട ചായ കുടിച്ചു വയറും ചീത്തയാക്കിട്ട് വന്നു. എന്താ പതിവില്ലാതെ ഒരു സ്നേഹം. ഈ ചായക്കടയിൽ പോയിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ആ ചായ കുടിച്ചിരിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം. ഈ ജോലി എന്ന് പറഞ്ഞ് നടക്ക് തേരാ പോലെ നടക്കുന്ന നിന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. 24 മണിക്കൂറും ചുറ്റിക്കറങ്ങി നടക്കണം ഇവന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂ. അതാ പറഞ്ഞത്. ഞാൻ ഈ ചുറ്റിക്കറങ്ങൊക്കെ നിർത്തി. ഞാനിപ്പോ ഇവിടെ നാട്ടിലൊക്കെ ഒന്ന് സെറ്റിൽ ആവുന്നു, എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടേ. അയ്യോ, അതങ്ങനെ ശരിയാവണ? നിങ്ങളെ പോലെ വലിയ അമ്പാരിമാരല്ലേ, അവർക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പട്ടിക്കാടല്ലേ അണ്ണാ? തരുവല്ലേ? ഹലോ, അത് നന്നായി മോനെ. ഏത് നന്നായി? കാര്യം അറിഞ്ഞില്ല അമ്മ? ജോലി പോയി. ജോലിയും കൂലിയും ഒന്നും ഇല്ല അച്ഛാ. ഇനി എങ്ങനെയെങ്കിലും അച്ഛനെ സോപ്പിട്ട് വല്ലതും ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ജോലി പോയോ? പറഞ്ഞോളൂ പറയുന്നത്. അച്ഛാ ഉള്ള കാര്യം പറയാലോ. ജോലി പോയി അച്ഛാ. ഞാൻ വന്നതേ ഈ വീടിന്റെ ആധാരം തരൂ. ഒരു ബിസിനസ് തുടങ്ങാനാ. ബിസിനസ് എന്താ വേണ്ട? ആധാരം. ആധാരം എന്ന് പറഞ്ഞ് ഒരുത്ത 3-4 വർഷമായി കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അമ്മ കേൾക്കണ്ട. അല്ല, ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾ ഈ മക്കൾക്ക് ഈ ആധാരം എന്നുള്ള കാര്യമുള്ളൂ? അതേ ഉള്ളൂ ആധാരം? അച്ഛാ എനിക്ക് വേണ്ട, ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ട അച്ഛാ. നീ മിണ്ടരുത്.
അമ്മയ്ക്ക് അറിയാം എല്ലാം എന്നോട് പറഞ്ഞു. അച്ഛാ എനിക്ക് വിൽക്കാനല്ല ചാ, പിന്നെ ബാങ്കിൽ കൊണ്ട്. ഓ ബാഗിൽ കൊണ്ടുവച്ച് തൊഴുത് ഒരു ചന്ദനത്തിരിയും കത്തിച്ചു വെക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ഓടാ അവിടുന്ന്. എന്നെ നോക്കണ്ട, എനിക്ക് വയ്യ. നീ വെള്ളെടുത്ത് പോയി ചോദ്യം കൊണ്ട് വന്നു. ആധാരം സത്യമായിട്ടാണ് എന്റെ കയ്യിലില്ല, അച്ഛൻ്റെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആധാരം. സുരേന്ദ്ര, ഓ എടാ നമുക്ക് നിന്റെ കടയും വിൽക്കാടാ. കട വിൽക്കായിരുന്ന പക്ഷെ സമ്മതിക്കും. ആര്? അഞ്ചുവാ? അഞ്ചിനോട് ഞാൻ പറഞ്ഞോടാ. അയ്യോ അഞ്ചു അല്ല, രമേശേ. ആര്? എന്റെ കടയിൽ ജോലി ചെയ്യണില്ലേ അവൻ. ഇവന്റെ മുതലാളി രമേശൻ, ഇവൻ തൊഴിലാളി, അവൻ മുതലാളി. പാല ചെറുക്കൻ കൊണ്ടുപോയി കട കൊണ്ടുപോകും. സത്യമായിട്ട് ഇപ്പൊ കട അവനാണോ എനിക്കാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് വിൽക്കായിരുന്നു. ശങ്കരണ്ണ, ഒരു പൈന്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു 325 രൂപ എന്റെ ഇരിപ്പുണ്ട്. വേണമെങ്കിൽ ഇത് പിടിക്കും. വാങ്ങിച്ചോണ, ഞാൻ കൊടുക്കാം. വാങ്ങിച്ചോ. നല്ല ബിസിനസ്. അല്ലാതെ എന്റെ ഒരു രക്ഷയില്ല. എന്തൊക്കെ ഇത് വെച്ച് നല്ല ബിസിനസ് ചെയ്യാൻ നോക്ക്. പോടാ ബിസിനസ് ചെയ്യാം. അഞ്ജുവേ, മോളെ പരിപ്പ് അടുപ്പായിട്ടാ സാമ്പാറിന്റെ. ആ ഇട്ടമ്മേ. അത് വേകുമ്പോഴേ ആ കഷ്ണം കഴിയാകത്തേക്ക് ഇട്ടേക്കണേ. ആ ഇടാം. അതിന്റെ കൂടെ. അയ്യോ ശ്ശോ, നിനക്കൊന്നും മിണ്ടിയും പറഞ്ഞു വന്നൂടെടാ. ഇതിപ്പോ മേത്ത് വീണാണില്ല, വെള്ളമല്ല. ഓ, ഞാൻ അമ്മയുടെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ട് വന്നതാണ്. എന്റെ ബുദ്ധിമുട്ട്? ആ എനിക്കെന്താ ബുദ്ധിമുട്ട്? അല്ല ഒന്നുമില്ല. അമ്മ സംഭാരം ഉണ്ടാകും. സംഭാരം ഉണ്ടല്ലോ, സംഭാരം ഉണ്ട്. എന്താ സാമ്പാർ എടുക്കാം. ആ സംഭാരം? എനിക്കെന്താ ഇവിടെ ബുദ്ധിമുട്ട്? അല്ലമ്മ, ഞാനേ ഈ കുഞ്ഞുനാളിന് മുതൽ അമ്മ ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ കാണുന്നല്ലേ. അതോ? അപ്പൊ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ വെറുതെപ്പോ. അത് ഞാൻ പണ്ട് പോലെ കഷ്ടപ്പെടുന്നതല്ലേ. അതെന്താ ഇപ്പൊ നിനക്ക് എങ്ങനെ തോന്നുന്നത്? ഇപ്പോഴാണ് എന്നെ സഹായിക്കാൻ അഞ്ചു കൊണ്ട് എല്ലാം ഉണ്ട്. എനിക്കിത് കഷ്ടപ്പാടായിട്ടൊന്നും തോന്നുന്നില്ല ഇപ്പൊ. അമ്മ, ഈ വീടിന്റെ താക്കോലേ അമ്മ ഇളയ മരുമോളെ ഏൽപ്പിച്ചേക്ക് വായിക്കല്ലേ. താക്കോൽ അവക്കെന്തിനാടാ? ഈ വീടിന്റെ താക്കോൽ അവക്കെന്തിനാ? അല്ല, എന്റെ എണ്ണ താക്കോല് അത് അച്ഛൻ്റെ തന്നെ ഉണ്ടല്ലോ. ആണോ? എവിടെ? അച്ഛന്റെ തലയിലാണ് ഇരിക്കുന്നത്. ഇവനിതെന്ത് പറ്റി? എന്താ എന്താ നിനക്ക്? ഒന്നുമില്ല. ശരിയമ്മ, ഞാൻ കാണുമ്പോഴൊക്കെ അച്ഛനെ പോലെ ഗൗരവക്കാരനാണ്. എന്താ പറ്റി? അതെ, അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഗൗരവക്കാരനേ അല്ല മോളെ. പിന്നെ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് എന്നെ ഗൗരവക്കാരനാക്കി വെച്ചേക്കുന്നല്ലേ. അത് ശരിയാ. നിന്റെ ഭർത്താവിനെ ബാലുവിനെയൊക്കെ ഒന്ന് നേരെ നിർത്തണമെങ്കിൽ ഇവൻ ഇച്ചിരി ഗൗരവം. കണ്ട കണ്ട അമ്മ പറഞ്ഞു കേട്ടാ. ഞാൻ പോട്ടെ അമ്മ. സംഭാരം വേണ്ടേ? എന്താ സംഭാരം? സംഭാരം നിന്റെ കെട്ടിയവനോട് ചേക്ക്. അവന്റെ ഉള്ളൊന്ന് തണക്കട്ടെ തലയും. ഇവനിതെന്ത് പറ്റിയെന്ന്? അതും ഉള്ള മോളെന്തായാലും ഇച്ചിരി സംഭാരം എടുത്തേര്. അവൻ തിരിച്ചു വരും ഇനി. ഞാൻ വെയിലത്തോട്ട് വെക്കട്ടെ. പരിപ്പ് എന്തോന്ന് നോക്കും. നോക്കാം. അവന്റെ ജോലി പോയി എന്ന് പറയുന്നത് നേരാണോ? അങ്ങനല്ലേ അവൻ പറഞ്ഞത്. എന്തായാലും ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുക? ഏതായാലും കുടുംബത്തിൽ കൊള്ളാവുന്ന ഒരു ജോലി ഉണ്ടായിരുന്നത് അവനാ. അതും പോയി കിട്ടി. മാമോ, മാ. ആഹാ, ഇതാരൊക്കെയാ വരുന്നത്? വാ വാ. അഞ്ജുവേ, സുരേന്ദ്ര, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതാരാ വന്നേന്ന് നോക്കിയേ. എന്താ ഇതൊക്കെ ഉണ്ടാ വിശേഷം? വിശേഷം സുഖമാ. പിന്നെ മധുരയ്ക്ക് പോണ വഴിയാണ് ഇവളുടെ വീട്ടിലോട്ടെ. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞ് മധുരയ്ക്ക് പോണ വഴിക്ക് നെയ്യാറ്റിൻകര വീട്ടിൽ കയറി എല്ലാരെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് വീടൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോവാന്ന് പറഞ്ഞ്. അങ്ങനെ ശരി എങ്കിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് വന്നു. കേറി വാ മോളെ. ഓ, നീ വീടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചത്? അത് ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. മാമന് കുറച്ച് മരുന്നും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതെ അതെ, മയിലെണ്ണ വേണമെന്ന് പറഞ്ഞ് വിട്ടതാ. വേറെ ഏതാണ്ട് ഒരു സാധനമായിട്ടാ വന്നത്. അവനറിയാൻ മേലായിരുന്നു, അവനെ പറ്റിച്ചതാ. പിന്നെ ഇതൊന്നും ഇപ്പൊ ഒറിജിനൽ കിട്ടൂലല്ലോ. ഞാൻ അറിഞ്ഞ ഇത് മയിലെണ്ണ അല്ലാന്ന്. തന്നപ്പോ മയിലെണ്ണ എന്ന് പറഞ്ഞ് തന്ന് ഞാൻ കൊണ്ട് കൊടുത്ത അതുപോലെ. മയിലെണ്ണൊന്നും മിണ്ടണ്ട, അവര് പിടിച്ച് അകത്തിടും കുറച്ചുകാർ. അല്ല, ശങ്കരമാമ ഇവിടെ ഇല്ലേ? അവരിവിടെ എങ്ങനെ ഉണ്ടായിരുന്നു. രാജേന്ദ്രൻ വന്നിട്ടുണ്ടേ. അവനുമായിട്ട് അങ്ങോട്ട് വാല തൂങ്ങി അങ്ങോട്ട് നടക്കുക. ഓ അത് ശരി. ഒരാൾ വേണമല്ലോ എപ്പോഴും വാല തൂങ്ങി. വേണം വേണം. ആ പിന്നെ പറ விசேஷம் പറ. நல்ல விசேஷம் மாமா, நல்லா இருக்கும் மாமா. இங்க நிறைய மாவெல்லாம் இருக்குல்ல. മാങ്ങ இருக்கா? സുരേന്ദ്ര, ചന്ദ്രനെ കുട്ടി അപ്പുറത്തെ മാവേ ചെന്നൊരു 5-6 മാങ്ങ പറിച്ചോണ്ട് ചെല്ല്. പടിഞ്ഞാറ് വശം നിൽക്കുന്നത് നോക്കുക. எனக்கு மாங்கானா ரொம்ப பிடிக்கும். കനകം ആദ്യം വരുവാ ഇവിടെ. കനക ഇപ്പം പച്ച മാങ്ങയാണ്. 2 മാസം വെയിറ്റ് ചെയ്താൽ പഴുക്കും. അല്ല, ആ മാങ്ങ നല്ലതാ, പച്ചക്ക് തിന്നാൻ നല്ലതാ. பரவாயில்ல, எனக்கு பச்சை மாங்காவும் பிடிக்கும். വാ മോളെ. അതെന്താ അണ്ണ അണ്ണാന്ന് വിളിക്കണേ? മാമാന്നല്ലേ വിളിക്കുക?
அது எங்க ஊர்ல ஹஸ்பண்ட மாமா மாமா தான் கூப்பிடுவாங்க. ஆனா இங்க நீங்க மாமானா எப்படி வரும் உங்களுக்கு? അമ്മയുടെ സഹോദരൻ. இங்க எல்லாரும் அப்படியே கூப்பிடுற சேட்டா சேட்டா தானே கூப்பிடுவீங்க. அப்ப நானும் அண்ணா அண்ணான்னு இங்க கூப்பிடுவேன். மதுரை போறச்ச மாமான்னு கூப்பிடுவேன். നിനക്ക് മാവി കയറാൻ അറിയാമോ? പിന്നെന്ത്? ഇല്ലെങ്കിൽ നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം, അവൻ അറിയാൻ മേലെങ്കിൽ. അല്ല അങ്ങനെയല്ല ചാ, ഒരു എടാ ചെല്ലടാ എന്ന് പഠിച്ചു കൊടുക്കടാ. എല്ലായിടും നമ്മളിങ്ങനെ കയറുമല്ലേ? പിന്നെന്ത്? ഞാനും കയറുമായിരുന്നു അടിയാ. ഈ ബാഗ് അവിടെ വെച്ചിടേ തന്നിട്ട് എടുക്കാം. പോരെ എടുക്കാം. അല്ലെങ്കിൽ മാങ്ങ പറിച്ചിടണല്ലേ? വേണ്ട. വേണ്ട. ഭയങ്കര ഇറമ്പ് കയറുമല്ല. എറുമ്പിനെ നമ്മൾ ഇക്കിളിയാക്കാതിരുന്നാ മതി. വാ വാ ചേട്ടേ ഇങ്ങ് വാ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ കാണിച്ചു തരാം. ഇറമ്പിന്റെ അടുത്ത് പോയിട്ട് ഇക്കിളിയാക്കാതെ നീ കയറി പറിച്ചാൽ മതി കേട്ടാ. ഞാൻ കേറാം. വാ. എല്ലാവനും വന്നോ നമ്മളെ തലേക്കാണ് കയറണം. ഞാൻ താക്കോല് ചോദിച്ചാ അച്ഛനെ തന്തയ്ക്ക് വിളിക്കും. അല്ല, എൻ്റെ തന്തയ്ക്ക് വിളിച്ചാലും അച്ഛൻ അച്ഛനെ തന്നെയല്ലേ വിളിക്കുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അടിച്ചു മാറ്റുക. തെറ്റാണ്, എന്നാലും കാര്യം നടക്കാൻ അതല്ലേ പറ്റുള്ളൂ. ആലില താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഒച്ച ഉണ്ടാക്കരുത്. ഉച്ച ഉണ്ടാക്കാതെ അങ്ങനെ പാട്ട് പറഞ്ഞത്? ഒച്ച ഉണ്ടാക്കാതെ പാട്ട് പാടാം. ഇത് ഇവിടെ നിന്ന് കറങ്ങണത്? ഇത് എന്റെ വീട്, ഞാൻ അവിടെ കിടന്ന് കറങ്ങും ഡാൻസ് ചെയ്യും. എന്ത്? അല്ല, നിങ്ങളെ വീട് നിങ്ങൾ കറങ്ങി ഡാൻസ് ചെയ്യൊക്കെ എന്താണെന്ന് ചെയ്തോ? അത്ര ശരിയല്ല. ജോലി പോയതോട് വട്ടായല്ലേ? അതെ, വട്ട്. കയറി പോടാത്. ഇടിക്കരുതെന്ന് അത് ആഫ് ചെയ്തിട്ടാ. ആഫ് ചെയ്തിട്ടുള്ളു. അല്ലെങ്കിൽ കാക്കടി അതല്ലേ? ശരി ശരി. ശങ്കരണ്ണ, ഇത് എവിടെയായിരുന്നു? എന്ത്? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ശങ്കരനോട് ഇവിടെ ഒക്കെ നോക്കി കണ്ടില്ല. നേരത്തെ അതേ പോയിരുന്നത്. അല്ല, അമ്മ അവിടെ സംഭാരം ഉണ്ടാക്കി വെച്ചിരിക്കും. ഈ തലയ്ക്ക് തിക്കേറുമ്പോ അത് കുടിച്ചാലേ നല്ലൊരു സുഖം വരുള്ളൂ. നല്ല സംഭാരം കുടിച്ചിട്ടൊന്നും കഥയില്ലടേ. അണ്ണാ, സംഭാരം നല്ലതാണ് തന്നെ. തിക്ക് വേണ്ടേ? എങ്കിലല്ലേ അത് കുടിച്ചാലൊരു സുഖം വരുള്ളൂ. തിക്ക് വിടാൻ വരൂടാ അത് കുടിക്കുന്നത്. എന്നാ പിന്നെ അണ്ണൻ പോയി രണ്ടെണ്ണം അടിച്ചിട്ടോ. അത് നിന്റെ പൈസ അടിക്കുന്ന അടിക്കാൻ പൈസ അവിടെ പൈസ പൈസ കണ്ടാ മേടിച്ചിട്ടോ. ശരി ശരി, ഇതുപോലെ തറന്നിരിക്കും കേട്ടാ. ചെല്ല് ചെല്ല്. അല്ല, അച്ഛൻ ഉറങ്ങുന്ന നല്ല ഭംഗിയുണ്ട് കാണാല്ലേ? അതെ, ഒന്ന് എഴുന്നേറ്റേ. ആ താക്കോലെന്തി, അലമാരുടെ താക്കോലെന്തി? മേശപ്പുറത്തിരിപ്പില്ലേ? ഉണ്ടോ? മേശപ്പുറത്ത് എടുത്തേച്ച് അവിടെ തന്നെ വെച്ചേക്കണേ. പിന്നെ തപ്പി കിടക്കാനൊന്നും നേരമില്ല. അച്ഛാ, അപ്പൊ ഇത് എന്തിനും താക്കോല അച്ഛാ? ഇത് അതാ പത്തായപ്പുരയുടെ ചായപ്പിന്റെ ഒക്കെ താക്കോല. അല്ല, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അല്ല, ഇവിടെ കിടന്നു ഞാൻ അച്ഛൻ വെച്ചു. ഇവിടെ കിടക്കുന്നുണ്ടപ്പോ അടുത്ത് കൈ വെച്ചതാ. പണിക്കാർ കൊണ്ട് തന്നെ പണി 500 രൂപയും പോയി. ശങ്കരണ്ണൻ ഇവിടെ ഉണ്ടോ? അല്ല, ശങ്കരണ്ണനെ നോക്കി വന്നാ. ശങ്കരണ്ണൻ ഇവിടെ വല്ലയിടത്തും ഉണ്ടോ എന്തോ. ശങ്കരണ്ണോ, ശാരദേ, ശാരദേ. ഓ, അതെ, പണിക്കാര് പത്തായപ്പുര പറഞ്ഞ സാധനങ്ങൾ, പണി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരുന്നു.
മിസ്റ്റർ സുരേന്ദ്രനെ ഏൽപ്പിക്കുക. കടയിൽ കൊടുക്കാൻ കമ്മീഷൻ വാങ്ങാം. തമിഴ്സിൽ ഒരു തമിഴ് പടം കാണാം. ഇതാരാ നട്ടുച്ചയ്ക്ക് മൂടി പൊളിച്ചിരിക്കുന്നു? ആരായാലും പിടിച്ചിട്ട കാര്യമുള്ളൂ. അയ്യോ എന്റെ മോനെയാണ് എല്ലാരും കൂടെ ഇട്ടിട്ടേ. എന്ത് കാണിച്ചേ? നീയായിരുന്നു? അല്ല അല്ല ഈ അണ്ണനെ മറ്റേ കമ്പിന്റെ അറ്റത്തെ കാന്തൊക്കെ പിടിച്ചത് ഇപ്പൊ ഞാനോട് പൊതച്ചേക്കുന്ന കള്ളനാന്ന് പറഞ്ഞു. അണ്ണാ അണ്ണാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ വന്നത്? പറ്റിയോ? എനിക്ക് ഭയങ്കര തണുപ്പായിട്ടേ കുറുന്തോട്ടി പറിക്കാൻ വന്നു. എന്നെ അകത്തെ കമ്പ്യൂട്ടറാണ് കുറുന്തോട്ടി പറിക്കുന്നത്. അതെന്തിനാ? സത്യം പറ, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എന്താടാ? അല്ല താക്കോലെടുക്കാം. അത് ശരി. അണ്ണാ അണ്ണന് താക്കോലിന് വേണ്ടിയായിരുന്ന എത്ര ഞാൻ എന്റെ കടയിൽ നിന്ന് തരുമായിരുന്നു. ആരാ കട? അല്ല അപ്പൊ അണ്ണന്റെ അനിയന്റെ കട. അണ്ണന്റെ കട എന്റെ അല്ല അണ്ണന്റെ കട. എന്തിനാ വെറുതെ അവൻ കള്ളയെന്ന് വിചാരിച്ചല്ലേ ഈ ഇടി അത്ര ഇടിച്ചത്? അപ്പൊ നിന്റെ പരിപാടി അതായിരുന്നില്ലേ? കമ്പിന്റെ അടുത്ത് കാന്തം വെച്ച് കെട്ടി താക്കോൽ എടുത്തിട്ട് ആധാരം മുട്ടിക്കാൻ അല്ലേ? കൊള്ളാമല്ലോ നീ. അങ്ങനെയാണോ? നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നിങ്ങൾ അടിക്കാൻ പാടില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ നീ മോടിക്കൊണ്ടിരുന്ന എനിക്ക് കാണാമോ? നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. കിട്ടിയതൊക്കെ നല്ല ഇരിപ്പതായിട്ടുണ്ട്. ഞാനത് ആ മുറിവെണ്ണ അവിടെ ഇരിപ്പില്ലേ, എടുത്ത ശരീരം മുഴുവൻ അങ്ങോട്ട് വരട്ടെ, നല്ലവരെ കൊണ്ട് ഒഴിയെ തടവേ തലോടിക്കൂടെ നീ. അല്ല പിന്നെ എല്ലാരും കൂടെ ചെറുക്കനായിട്ട് നീ കാണിച്ച കട്ടായത്തിനുണ്ടല്ലോ, ഇത് പോരാ നിനക്ക്. ഇത് കിട്ടിയാ പോരാ നിനക്ക്. അല്ല മുറിവേണ്ട കടയിൽ കൊണ്ട് കൊടുക്കാതെ എനിക്ക് ഇതാരെ വാച്ച് വാച്ചൊക്കെ പൊട്ടിയാട്ടെ. അയ്യോ എന്റെ വാച്ച്. ദൈവമേ. ചില്ലറ ഇടിയാ കനപ്പിച്ച് വെച്ചു കൊടുത്ത പാവത്തിന്റെ. കുഴപ്പമില്ല, വാച്ചാടെ കൊടുക്കാൻ നീ കാര്യം പറ. ഞാൻ ശരി കൊണ്ടുതരാണ്. വേണ്ട അങ്ങോട്ടോട്. ഞാൻ ലിസ്റ്റ് തരാൻ വന്നായിരുന്നു. ഇതിന്റെ ഇടയിലാടേ ലിസ്റ്റ് ഇത് കിട്ടും. എന്നിട്ട് എല്ലാവരും ഈ സ്വഭാവമാണ്. അണ്ണന് നാളെ കട ഇവനെ വാച്ചറായിട്ട് നിർത്താൻ കേട്ടോ ഇവിടെ. എന്റെ അണ്ണനെ ഇടിച്ചതും അല്ല മറ്റേ പലരുടെ സാധനത്തിന് ഞാൻ ഇവിടെ വെളിയിൽ നിൽക്കണം. വരുന്നടാ. വെള്ളം എടുത്തോണ്ട് അണ്ണനെ നോക്കിട്ട് വെള്ളം കൊണ്ട് തരുമോ? ആർക്ക്? നിനക്കാ? ഒരു തുള്ളി വെള്ളം, ദാഹിച്ച വെള്ളം തരില്ല. എന്റെ അണ്ണനെ കളനാക്കിയാണ് നീ. ചേട്ടാ ഇത് കള്ളത്തരം ചെയ്തിട്ട് ഞാൻ അറിയാണ്ട് പറ്റിപ്പോയി. ചെയ്യണതല്ല അവസ്ഥ ആണല്ലോ ഈശ്വര.